നമസ്കാരം. ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2 എക്സാമിന്റെ ഒരു റിവ്യൂ പറയാനാണെങ്കിൽ എക്സാം ബേസിക്കലി ഒരു 10th ലെവൽ മെയിൻസ് എക്സാമിനേക്കാൾ കുറച്ചുകൂടി പ്രയാസകരം, ഇല്ലെങ്കിൽ 10th ലെവൽ മെയിൻസിന് നടത്തുന്ന ഒരു പ്രയാസമേറിയ ഒരു പരീക്ഷയുടെ ലെവൽ ഉള്ളൊരു പരീക്ഷ അത്രയും മാത്രം ഉള്ള ഒരു രീതിയിലുള്ള എക്സാമാണ് ഇന്ന് നടന്നത്. നമ്മൾ സാധാരണ ഡിഗ്രികളുടെ സ്റ്റേജ് 1 പോലെയുള്ള കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വന്ന് കയറാത്ത ഒരു പരീക്ഷയായിരുന്നു ഡിഗ്രി ലെവൽ സ്റ്റേജ് 2. അപ്പൊ ഇതില് ചോദ്യങ്ങള് ഒരു സബ്ജക്ട് വൈസ് ആയിട്ട് നമുക്ക് വിശകലനം ചെയ്യാനാണെങ്കിൽ എക്കണോമിക്സ് ഒക്കെ ആണെങ്കിൽ എക്കണോമിക്സ് പൊതുവെ വന്നിരിക്കുന്നത് UPSCയുടെ സ്റ്റാൻഡേർഡ് ബുക്സ് ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞ ബുക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നേക്കുന്നത്. അപ്പൊ ഇന്ത്യൻ എക്കണോമിയുടെ ബുക്കിലെ കാര്യങ്ങൾ NCERT ഫാക്ട് ആണ്, എങ്കിലും ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞ ബുക്കിൽ കറക്റ്റായിട്ട് പ്രതിപാദിക്കുന്ന ബുക്കാണ്. നമ്മുടെ സിവിൽ സർവീസിന്റെ UPSC ബുക്കാണ്, സ്റ്റാൻഡേർഡ് ബുക്കാണ്. അതിൽ വരുന്നേക്കുന്ന കാര്യങ്ങൾ അതേപടി എടുത്ത് ചോദിച്ചേക്കുവാണ് ചോദ്യങ്ങൾ. എക്കണോമിക്സ് ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ. പിന്നെ എക്കണോമിക്സ് കഴിഞ്ഞ KS എക്സാം തൊട്ട് ഇങ്ങോട്ട് ഒരു ട്രെൻഡ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്സിൽ ഫാക്ട്സും ഒരു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട്സ്, അതിന്റെ ഒപ്പം തന്നെ അതിന്റെ കറണ്ട് അഫയേഴ്സ്, ഈ ഒരു ട്രെൻഡ് കയറി വരുന്നു. നേരത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് പഞ്ചവത്സര പദ്ധതി, അതിന്റെ ഇന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ വന്നുകൊണ്ടിരുന്ന എക്കണോമിക്സ് ഇപ്പൊ കൂടുതൽ നാഷണൽ ഇൻകമിനെയും GDP-യെയും അതുപോലെയുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പോലുള്ള ഇൻഡെക്സുകളെയും കേന്ദ്രീകരിച്ച് ഡിഗ്രി ലെവൽ എക്സാമുകൾ ഒരു ഫോക്കസ് ചെയ്ത് പോകുന്ന രീതി കഴിഞ്ഞ ഇടയായിട്ടൊരു ഇത് കാണുന്നുണ്ട്. അതാണ് എക്കണോമിക്സിനെ സംബന്ധിച്ചുള്ള നമുക്ക് പറയാനുള്ളത്. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ 2 ചോദ്യങ്ങൾ മാത്രമാണ് കറണ്ട് അഫയേഴ്സിൽ വന്നേക്കുന്നത്. അതിലൊന്ന് 2020 ഒളിമ്പിക്സിനെ സംബന്ധിച്ച്, ഒന്ന് 2028 ഒളിമ്പിക്സിനെ സംബന്ധിച്ച്. സമ്മർ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഒളിമ്പിക്സ് തന്നെയാണ്, വിന്റർ ഒളിമ്പിക്സ് ആണ് മറ്റൊരു ഇതിൽ പെടുന്നത്. അപ്പോൾ അങ്ങനെ ഈ 2 ചോദ്യങ്ങൾ മാത്രം കറണ്ട് അഫയേഴ്സ്. അതിൽ പ്യുവർ കറണ്ട് അഫയേഴ്സ് എന്ന് പറയാനായിട്ട് 2028 കറണ്ട് അഫയേഴ്സിന്റെ ഒരു കാര്യം ചോദിച്ചിരുന്നു. ഇത് മാത്രമാണ് പറഞ്ഞത്. ഈ 2 ക്വസ്റ്റ്യൻ മാത്രം, ഒളിമ്പിക്സിന്റെ ഈ 2 ക്വസ്റ്റ്യൻ മാത്രമാണ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിച്ചത്. അപ്പൊ ഇത് ഒരു പ്രത്യേകിച്ച് ഒരു ട്രെൻഡ് കാര്യങ്ങളോ ഒന്നുമല്ല. കാര്യം കറണ്ട് അഫയേഴ്സ് വേരി ചെയ്ത് വരാം എക്സാമിന്. ഇനിയുള്ള എക്സാമിന് ഇപ്പോ സെക്രട്ടറി ടെസ്റ്റിന്റെ മെയിൻസിലോട്ട് പോകുമ്പോഴത്തേക്ക് കറണ്ട് അഫയേഴ്സ് കൂടുതൽ കേന്ദ്രീകരിച്ച് ചോദിച്ചു എന്ന് വരാം. ഇപ്പോ കറണ്ട് അഫയേഴ്സ് ഇപ്പോ എക്കണോമിക്സിൽ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ചോദിച്ചു എന്ന് വരാം. നമ്മുടെ KSന്റെ പ്രിലിംസ് പോലെ എക്കണോമിക്സിൽ കൂടുതൽ കറണ്ട് അഫയേഴ്സ്, അങ്ങനെ കറണ്ട് അഫയേഴ്സ് സബ്ജക്ട് ബേസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കയറി വരാം. അതായത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന കറണ്ട് അഫയേഴ്സിനേക്കാൾ കൂടുതൽ സബ്ജക്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള, എക്കണോമിക്സ് പോലുള്ള സബ്ജക്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കയറി വരാം. പിന്നെ കൂടുതലായും കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോഴത്തെ നമ്മുടെ ഈ പറഞ്ഞ ഓസ്കാർ, അതേപോലെ നമ്മുടെ ഈ ഒളിമ്പിക്സ്, അതുപോലെ തന്നെ നമ്മുടെ അവാർഡുകൾ, ഫിലിം അവാർഡുകളും കാര്യങ്ങളും വെച്ചിട്ട് ഫോക്കസ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് സെക്ഷൻസ് പോകുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ സ്ഥിരം കറണ്ട് അഫയേഴ്സ് രീതി ആയിട്ടുള്ള ഒരു നമ്മുടെ പേരുകൾ, അതായത് ഓരോന്നിന്റെയും ചുമതല വഹിക്കുന്ന ആൾക്കാർ അല്ലെ, ആ ഒരു രീതിയിൽ ഉള്ള ചോദ്യങ്ങൾ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സ് കൂടുതലായും പോകുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ഏരിയ ഇതിൽ 2 ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുവെങ്കിലും ഇനി വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലുള്ള എക്സാം, ഇല്ലെങ്കിൽ ഈ സെക്രട്ടറി ടെസ്റ്റിന്റെ മെയിൻസ് പോലുള്ള എക്സാമിനൊക്കെ വരുന്ന ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ ഇതിൽ നിന്നും നിലവാരം ഉയർന്ന രീതിയിൽ നിലവാരമുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പൊ ഇനിയും നിങ്ങൾ പഠിച്ചു പോകുമ്പോഴത്തേക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ലൂപ്പ് ഹോൾ അടച്ച് തന്നെ മുന്നോട്ട് പോവുക. കാര്യം കറണ്ട് അഫയേഴ്സ് മാറി മാറി ചോദിക്കുന്നുണ്ട്. ചിലത് 20 ചോദ്യങ്ങൾ പറഞ്ഞ് 20 തന്നെ ചോദിച്ചു പോകുന്ന പരീക്ഷകളുണ്ട്. പിന്നെ ഈ ഇന്നത്തെ പരീക്ഷയിൽ നമ്മുടെ പൊളിറ്റിക്സ് ഇല്ലെങ്കിൽ പൊളിറ്റിയെ കുറിച്ച് വരുവാണെങ്കിൽ, ഭരണഘടനയുടെ കാര്യങ്ങൾ വരുവാണെങ്കിൽ, ഭരണഘടനയിൽ ബേസിക് ചോദ്യങ്ങളാണ് ഭരണഘടനയിലെ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരുന്നത്. അപ്പോൾ ഒരു ചോദ്യം മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കേസിനെ പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഒരു ബേസിക് ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. എല്ലാം സ്ഥിരം ചോദിച്ചു വരുന്ന ചോദ്യങ്ങളല്ലാതെ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ഭരണഘടനയുടെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടന വലിയ രീതിയിൽ വലച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ കണ്ടുവരേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാംസിന് ഇപ്പോൾ പുതിയ ട്രെൻഡിങ് അറൈവിംഗ് 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി എന്ന് പറഞ്ഞ കാര്യത്തിലും, അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ ഭാഗത്തിലും 10th ലെവൽ ആകട്ടെ, 12th ലെവൽ ആകട്ടെ, ഡിഗ്രി ലെവൽ ആകട്ടെ, ചോദ്യങ്ങൾ പുതിയ രീതിക്ക് കയറി വരുന്നുണ്ട്. അതായത് പുതിയ ചോദ്യങ്ങൾ റിസർച്ച് നടക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തു നിന്ന്. നിങ്ങൾ നന്നായിട്ട് കഴിഞ്ഞിടയ്ക്ക് നടന്ന ലാബ് അസിസ്റ്റന്റ് എക്സാം ആകട്ടെ, അതേപോലെ കഴിഞ്ഞിടയ്ക്ക് നടന്ന സെക്രട്ടേറിയറ്റ് OA ആകട്ടെ, അതേപോലെ കഴിഞ്ഞ ഡിഗ്രി ലെവലിന്റെ സ്റ്റേജ് 1 ആയിക്കോട്ടെ, ഈ എക്സാം എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലെ ചോദ്യത്തിൽ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് കാണാം. പണ്ട് ഗേറ്റ് വേ, ബ്രിഡ്ജ്, അതേപോലെ 67ാമത്തെ വകുപ്പ്, 66 ഈ വകുപ്പുകളൊക്കെ മാത്രം കമ്പ്യൂട്ടർ സയൻസിൽ ചോദിച്ചുകൊണ്ടിരുന്ന ഇടയിൽ നിന്ന്, ഇല്ലെങ്കിൽ പിതാക്കന്മാരും ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ഇടയിൽ നിന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് വരുന്നതിന് പകരം പുതിയ ചോദ്യങ്ങളൊക്കെ കയറി വന്ന് തുടങ്ങിയിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസിൽ. അത് നിങ്ങൾ
ജാഗ്രതയോടെ കാണണം. കാരണം കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ വിഷയത്തിൽ അഗ്രഗണ്യരായിട്ടുള്ളവർ മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് കമ്പ്യൂട്ടർ സയൻസിലെ ചോദ്യങ്ങൾ മാറി മാറി വരുന്നുണ്ട്. അപ്പൊ ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ കുഴപ്പിക്കുന്നതാണെന്നല്ല പറഞ്ഞത്, ആ ഒരു രീതിയിലോട്ട് മാറി വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് എന്തെങ്കിലും അതിന് ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ KSന്റെ എക്സാം, അതേപോലെ സെക്രട്ടറിയുടെ മെയിൻസ്, KSന്റെ പ്രിലിംസ്, അതേപോലെ ലാബ് അസിസ്റ്റന്റ് എക്സാം, അതേപോലെ റീസെന്റ് നടന്ന എക്സാമുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലെ ചോദ്യങ്ങൾ കയറി വരുന്നുണ്ട്. അതുപോലെ ജോഗ്രഫിയിൽ ശീതജല പ്രവാഹങ്ങൾ, ഉഷ്ണജല പ്രവാഹങ്ങൾ പോലെയുള്ള വേരിയഡ് ചോദ്യങ്ങൾ കഴിഞ്ഞ എക്സാമുകൾക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ ഇന്ന് ജോഗ്രഫിയിൽ ചോദിച്ച ചോദ്യങ്ങളും കുറച്ച് വെറൈറ്റി പിടിച്ച് ചോദിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ കയറി വരുന്നുണ്ട് ജോഗ്രഫിയെ സംബന്ധിച്ചോളം. ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമുള്ളതും കൂടുതൽ ദൂരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേബിൾ ഏതാണ് എന്നുള്ള രീതിയിലൊരു ചോദ്യമാണ് മാത്രമാണ് ഇന്നത്തെ കയറി വന്നത്. ഇന്നത്തെ പരീക്ഷ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വലിയ രീതിയിൽ കുഴപ്പിക്കുന്നതല്ല. എങ്കിലും കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ചോളം ഇനിയും കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ കയറി വരാൻ കമ്പ്യൂട്ടർ സയൻസിൽ ഒരു പ്രൊഫഷണൽ അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ആവില്ല എന്നുള്ള ചോദ്യം. അതായത് കമ്പ്യൂട്ടർ സയൻസിൽ പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്ക് മാത്രം ചെയ്യാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യം വരുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട് നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ബുക്കുകൾ വാങ്ങിച്ച് അതിന് മാത്രമായിട്ട് പഠിക്കണം. ഇപ്പോൾ റാങ്ക് ഫെയിലുകളും കാര്യങ്ങളും കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടി മാത്രമായിട്ട് ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിന് മാത്രം റാങ്ക് ഫെയിൽസ് കയറി എടുത്ത് പഠിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസിന് മാത്രമുള്ള റാങ്ക് ഫെയിൽസ് ഇപ്പൊ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ അത് തന്നെ നോക്കി നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആമസോണിൽ റെഫർ ചെയ്യുക, അതിനകത്ത് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസിന് മാത്രമുള്ള റാങ്ക് ഫെയിൽ കേരള PSCക്ക് വേണ്ടിയുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു ടാലന്റ് അക്കാഡമി എന്തോ ആണ് അത് റിലീസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ IT കാര്യങ്ങൾ നിങ്ങളത് പഠിച്ചു പോവുക. അപ്പോൾ പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ സയൻസ് ആണ്. സയൻസ് നിങ്ങൾക്ക് എപ്പോഴും അറിയാം, സാധാരണ ഒരു ഡിഗ്രി പ്രിലിംസ് ലെവലിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്രയൊക്കെ തന്നെ വന്നിട്ടുള്ളൂ. യൂട്രോഫിക്കേഷനെ കുറിച്ച് ഒരു ചോദ്യം കയറി വന്നു. ഫോസ്ഫറസ്, നൈട്രജൻ പോലെയുള്ള വളങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് യൂട്രോഫിക്കേഷൻ. അതായത് ഈ വളങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. അത് സയൻസിന്റെ സ്കൂൾ ടെസ്റ്റിൽ നിന്ന് വരുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സയൻസിൽ ചോദിച്ചിരുന്നു. മാത്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മാത്സ് തുടക്കത്തിൽ പല ചോദ്യങ്ങൾക്ക് 4-5 ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ല എന്നൊരു തോന്നലാണ് ഞാൻ എത്തിയത്. പക്ഷേ പിന്നീട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് 20 ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടുകയുണ്ടായി. അതിനകത്ത് ജസ്റ്റ് ഞാനൊന്ന് പറയാം നിങ്ങൾക്ക്. 51ാമത്തെ ചോദ്യം അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 എന്ന് പറഞ്ഞൊരു സംഖ്യയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സംഖ്യകൾ ഇട്ടുകൊടുത്ത് നിങ്ങളത് ചെയ്ത് നോക്കണം. അപ്പോൾ അതിനകത്ത് ചെയ്യുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് x-4, x-2 ആൻഡ് x ആർ പ്രൈം ദെൻ x+2 എന്താണ്? അതിന്റെ ആൻസർ വരുന്നത് x7 ഇട്ടിട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിന്റെ ഉത്തരം കിട്ടുന്നത്. അപ്പൊ അത് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. 9 കിട്ടുന്നത്. കോമ്പോസിറ്റ് നമ്പർ വിച്ച് ഇസ് എ സ്ക്വയർ ഓഫ് an integer എന്നുള്ള രീതിയിലാണ് വരുന്നത്. 3ന്റെ സ്ക്വയർ ആയിട്ടുള്ള 9 എന്നുള്ള ഉത്തരം വരും. അടുത്തത് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസിംഗ് 10/x% ഗീവ്സ് ദ സെയിം വാല്യൂ ആസ് ഡിക്രീസിംഗ് 30/x%. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? അതിന്റെ ആൻസർ 50%. അതായത് 10നെ നമ്മൾ 50% ഇൻക്രീസ് ചെയ്യുമ്പോൾ 15 ആവും, 30നെ 50% കുറയ്ക്കുമ്പോൾ 15 ആവും. അങ്ങനെ രണ്ടും കൂടി ഈക്വൽ ആവുന്നുണ്ട്. അങ്ങനെ 50 എന്നുള്ള ആൻസർ വരും. അടുത്തത് ഡയമീറ്റർ ഓഫ് എ വീൽ ഓഫ് എ കാർ ഈസ് 77 സെന്റിമീറ്റർ. ഹൗ മച്ച് ഡിസ്റ്റൻസ് വിൽ ദ കാർ മൂവ് ഡ്യൂറിംഗ് 1000 റെവല്യൂഷൻ ഓഫ് ദ വീൽ ഇൻ മീറ്റർ? അതായത് 2πr എന്ന് പറഞ്ഞാൽ 2π × r എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സർക്കംഫറൻസ് കണ്ടുപിടിക്കുക. അതായത് ചുറ്റളവ് എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചിട്ട് ആ 2πrനെ നമ്മൾ 1000 വെച്ച് ഗുണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും. 2420 എന്നുള്ള ഉത്തരം നിങ്ങൾക്ക് എത്തും. അടുത്തത് 2% ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് 5000 രൂപ കൂടുതൽ കിട്ടുമെന്നുള്ള ഒരു ഇതിലോട്ട് വരുന്നുണ്ട്. അടുത്ത ചോദ്യം അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് 2% എന്ന് പറഞ്ഞാൽ മൊത്തം 10%. അപ്പൊ 10% അവിടെ 5000 രൂപ. അപ്പൊ എന്തിന്റെ 10%? 50,000ന്റെ 10%ആണ് ആ വരുന്നത്. അപ്പോൾ 50,000 ആണ് അതിന്റെ ഉത്തരം കേട്ടോ. റേഷ്യോ ഓഫ് 3 നമ്പേഴ്സ് ഈസ് 3:4:5. സം ഓഫ് ദ നമ്പേഴ്സ് 60 ആണെങ്കിൽ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ നമ്പർ എന്നുള്ള ഇതാണ് ചോദിച്ചിരുന്നത്. അപ്പൊ 3:4, 3x, 4x, 5x എന്നുള്ള രീതിയിൽ എടുക്കുക. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9x², 16x², 25x². എന്നിട്ട് എക്സിന് നമുക്കത് എല്ലാം കൂടി ചേർക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടും എന്നുള്ള രീതിയിൽ ആദ്യം എക്സ് സോൾവ് ചെയ്യുക. എക്സ് സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കിട്ടും 3x + 4x + 5x 60 എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് എക്സ് എടുത്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വാല്യൂ 9x², 16x², 25x² എന്നുള്ളതിൽ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ ആൻസർ 1250 എന്നുള്ള ഇതിലോട്ട് എത്തും. അപ്പോൾ അടുത്തതെന്ന് പറയുന്ന അതേപോലെ 56ാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയവർ കമന്റ് ചെയ്യുക. അതിന്റെ ഉത്തരം ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ 57ാമത്തെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഏരിയ ഓഫ് സർക്കിൾ വിത്ത് പെരിമീറ്റർ ഈക്വൽ ടു 39.6 മീറ്റർ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ റെക്ടാംഗിൾ. വാട്ട് ഇസ് ദ ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ ഇഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് 27.72?
അതിന് ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ സർക്കിളിന്റെ പെരിമീറ്റർ 2πr ആയിട്ട് എടുക്കുക. 2πr എന്നുള്ളത് ഈ 39/6 മീറ്റർ ആയിട്ട് എടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് കണ്ടുപിടിക്കുക. റേഡിയസ് കണ്ടുപിടിച്ചിട്ട് πr² ഇട്ടിട്ട് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഏരിയ റെക്ടാങ്കിളിന്റെ ഏരിയ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് റെക്ടാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതിൽ നിന്ന് നമുക്ക് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. 2.4 എന്ന ആൻസർ കിട്ടും. അടുത്ത 58ാമത്തത് ഫൈൻഡ് ദ നമ്പർ വിച്ച് വെൻ ഡിക്രീസ്ഡ് ബൈ 12% ബിക്കം 1760. അപ്പോൾ 1760 നിന്ന് കുറച്ചുകൂടി കൂടിയൊരു സംഖ്യ, അത് 2000 അപ്പം തന്നെ കിട്ടും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ കിട്ടും. 2000-ൽ നിന്ന് 12% കുറയുമ്പോഴാണ് 1760 കിട്ടുന്നത് കേട്ടോ. അടുത്തത് തോമസ് ബോട്ട് എ ഫർണിച്ചർ ഐറ്റം ഫോർ 4800. ഇഫ് ഹി ഹാഡ് ടു സ്പെൻഡ് 1200 ഫോർ പോളിഷിംഗ് ദ ഐറ്റം ബിഫോർ സെല്ലിംഗ്, ദെൻ ഫൈൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെന്റേജ് ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഇസ് 5400. അപ്പോൾ ആ ഒരു ചോദ്യത്തിന്റെ ആൻസർ കറക്റ്റായിട്ട് അതിനകത്ത് ഇല്ല. 4800-ഉം 1200-ഉം കൂടി ചേരുമ്പോഴത്തേക്ക് 6000 എന്നുള്ളൊരു ആൻസർ കിട്ടും. 6000-ൽ നിന്ന് 5400-ന് വിറ്റ് കഴിഞ്ഞാൽ 5% ലോസ് എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ അത് 10% ലോസ് ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ അതിനകത്ത് ഇല്ല കേട്ടോ. പിന്നെ 60ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ 5 എന്ന് കിട്ടും. അത് നിങ്ങൾക്ക് a⁻m × a⁻n = a⁻m+n എന്നുള്ളതായിട്ട് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് അത് 625/0.25 എന്ന് കിട്ടും. m+n മുകളിലുള്ള രണ്ടും കൂടി കൂട്ടേണ്ടി വരും. 625-ന്റെ പവർ നിങ്ങൾ ചോദ്യപേപ്പർ എടുത്ത് വെച്ച് നോക്കുക കേട്ടോ. ഈ വീഡിയോ കാണുക, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ക്ലിയർ ആവും പൗസ് ചെയ്തിട്ട് കേട്ടോ. അപ്പം 625/0.25, അതായത് 625/0.25നെ 1/4 എന്നാക്കുക. 1/4 എന്നാക്കിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് 625/1/4, എന്നിട്ട് 625-നെ 5/5 എന്ന് എഴുതുക. 5/4 എന്ന് എഴുതുക. 5/4/1/4 5 എന്ന് ഉത്തരം കിട്ടും. ഓഡ് 1 ഔട്ട് ഓഫ് ദ ഗീവൺ ഡേറ്റ റേഡിയം എന്നുള്ള സാധനം കിട്ടും. റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ആണ്, ബാക്കിയൊന്നും റേഡിയോ ആക്റ്റീവ് അല്ല. അടുത്തത് സം ഓഫ് 2 നമ്പേഴ്സ് 150 ആണ്, പ്രൊഡക്റ്റ് 45 ആണ്. ഇത് പലർക്കും ഉത്തരം കിട്ടിയിട്ടില്ലാത്തൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് സിമ്പിൾ ആണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ x+y എന്നുള്ളത് 150 ആണ്, xy എന്നുള്ളത് 45 ആണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ x+y-നെ xy വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഉത്തരം കിട്ടും. x+y ഡിവൈഡഡ് ബൈ xy ഈസ് ഈക്വൽ ടു 150/45. x+y എന്നിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതായത് x/xy പ്ലസ് y/xy ഈസ് ഈക്വൽ ടു 150/45. അതായത് 1/x പ്ലസ് 1/y ഈസ് ഈക്വൽ ടു 150/45. ലാസ്റ്റ് അത് 10/3 എന്നുള്ള ഉത്തരത്തിലോട്ട് വരും. അടുത്തത് 12-20-ന്റെ കോണളവ് ചോദിക്കുമ്പോഴത്തേക്ക് 30h മൈനസ് 11/2m എന്നുള്ള ഇക്വേഷൻ. 30h മൈനസ് 11/2m. h എന്ന് പറഞ്ഞാൽ മണിക്കൂർ സൂചി, m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റ് സൂചി. അടുത്തത് 26 ജനുവരി 2025 സൺഡേ ആണെങ്കിൽ 26 ജനുവരി 2028 ഏത് ദിവസമാണ്? അത് വെനസ്ഡേ എന്ന് കിട്ടും കേട്ടോ. ഓരോ വർഷവും ഒരു ദിവസം വെച്ച് കൂടി വരും. ലീപ്പ് ഇയർ ആണെങ്കിൽ 2 ദിവസം കൂടി വരും. ഇതിനിടയ്ക്ക് ലീപ്പ് ഇയർ ഒന്നും ഇല്ല. 2028 ലീപ്പ് ഇയർ ആണ്. പക്ഷേ 2028 ഫെബ്രുവരി കഴിഞ്ഞാൽ മാത്രമേ അത് ലീപ്പ് ഇയർ ആയിട്ട് കൂട്ടേണ്ടതായിരുന്നു. പിന്നെ എർത്തിൻ്റെത് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിന്റെ കൂട്ടത്തിൽ ഒരു 1 കൂട്ടുമ്പോഴാണ് എഫ് കിട്ടുന്നത്. എയുടെ കൂട്ടത്തിൽ 2 കൂട്ടുമ്പോൾ സി കിട്ടും. ആറിന്റെ കൂട്ടത്തിൽ 3 കൂട്ടുമ്പോൾ യു കിട്ടും. ടിയുടെ കൂട്ടത്തിൽ 4 കൂട്ടുമ്പോൾ എക്സ് കിട്ടും. എച്ചിന്റെ കൂട്ടത്തിൽ 5 കൂട്ടുമ്പോൾ എം കിട്ടും. അതേപോലെ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് സി ആൻസർ ആയിട്ട് TRRSS എന്ന് കിട്ടും. അടുത്ത വാല്യൂ ഓഫ് ആ ഒരു ഡിവിഷന്റെ വാല്യൂ അത് ഡിലീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ല, ഡിലീറ്റ് ചെയ്യത്തില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുന്നത് ചാലഞ്ച് പോലെ ഇരിക്കും, പക്ഷേ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കറക്റ്റായിട്ട് ഉത്തരവുണ്ട്. ആ ഡിവിഷൻ കഴിഞ്ഞുള്ള കാര്യം താഴോട്ട് എഴുതണം. ഡിവിഷൻ കഴിഞ്ഞുള്ള ഇങ്ങനത്തെ ചോദ്യം PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ട് PSC ഡിലീറ്റ് ചെയ്തതാണ്. പക്ഷേ ഇനി അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം. കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുള്ളവർ ഈ ഒരു ചോദ്യം ചെയ്യും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാതെ പോയതുകൊണ്ടാണ് ഇത് കിട്ടാത്തത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ആ ഡിവിഷൻ കഴിഞ്ഞിട്ടുള്ള ഭാഗം 4+10 ഡിവൈഡഡ് ബൈ 2 - 1 എന്നുള്ളത് താഴത്ത് എഴുതുക. അപ്പോഴത്തേക്ക് ആൻസർ കിട്ടും. ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതുക ഡിവിഷൻ കഴിഞ്ഞിട്ടുള്ള ഭാഗം. അപ്പോൾ ആൻസർ 4 എന്ന് കിട്ടും. അടുത്ത nth ടൈമിന്റെ സീക്വൻസ് അത് കുറച്ച് വർക്ക്ഔട്ട് ചെയ്യാനുള്ളതാണ്. അത് AR⁻n - 1 എന്നൊരു ഇക്വേഷൻ ഇട്ടാണ് ചെയ്യുന്നത്. AR⁻n - 1. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം 5, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ റേഷ്യോ ആണ്. ഇവിടെ കോമൺ റേഷ്യോ അതിനകത്ത് വരുന്നത് 1/√5 ആണ് കോമൺ റേഷ്യോ. അതിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് 11 എന്നുള്ള ആൻസറിലോട്ട് കിട്ടും. അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അടുത്തത് രാജ്മൂട് 10 കിലോമീറ്റർ. അതിന്റെ ആൻസർ 25 കിട്ടും. വരച്ച് ചെയ്താൽ മതി. അടുത്തത് ഒരു വരിയുടേതാണ്. അത് ഞാൻ ശരിക്കും അത് വരച്ചാണ് ചെയ്തത്. നമ്മൾ ഏറ്റവും അറ്റത്തുനിന്ന് ഇങ്ങനെ വരച്ച് തുടങ്ങി ചെയ്യുന്നതാണ്. 73 എന്നുള്ള ആൻസർ കിട്ടും. അടുത്ത 70ാമത്തെ ഗ്രാൻഡ് സൺ എന്നുള്ള ആൻസർ കിട്ടും. പിന്നെ മലയാളവും ഇംഗ്ലീഷും ഉള്ള കാര്യം പറയാനാണെങ്കിൽ ഇംഗ്ലീഷിൽ അങ്ങനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ഇതിനകത്ത് കണ്ടില്ല. റെഡ് ലെറ്റർ ഡേ വെരി ഇമ്പോർട്ടൻ്റ് ഡേ സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നത് ഫിനിക്സിന്റെ സ്പെല്ലിംഗ് PHOENIX, അത് മാത്രമേ ഒരു വെറൈറ്റി ചോദ്യമായിട്ടുള്ള കണ്ടത്. പിന്നെ ഡേറ്റയുടെ സിംഗുലർ ഡേറ്റമാണ്.
പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ്, അഡാപ്റ്റ് ടു ന്യൂ സിറ്റിസൺ, ന്യൂ സിറ്റുവേഷൻ, അതൊക്കെ ഉള്ളൂ. പിന്നെ സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ആയിട്ട് പറഞ്ഞ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ സമ്മൺ എൽസ് റോങ്സ് എന്നുള്ള രീതിയിലുള്ള ആൻസറാണ് എടുക്കേണ്ടതിന്. അതായത് ബലിയാടെന്നാണ് സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ ഒരു ആൻസറാണ് വരേണ്ടത്, ഡി ഓപ്ഷനാണ് വരേണ്ടത്. പിന്നെ ഗോട്ട് കെപ്റ്റ് ആസ് എ പ്രേ ഫോർ എ വൈൽഡ് ആനിമൽ എന്നുള്ള ആൻസർ വരത്തില്ല. ബലിയാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ആനിമലിനെ പ്രേ ആയിട്ട് വെക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ വരേണ്ട കാര്യമില്ല. പേഴ്സൺ ബ്ലെയിംഡ് ഫോർ സമ്മൺ എൽസ് റോങ്സ് എന്നുള്ള ഇതില്ല. കാര്യം നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു ഇഡിയം എന്നുള്ള അർത്ഥത്തിലാണല്ലോ അത് വന്നേക്കുന്നത്. ഇഡിയം എന്നുള്ള സിലബസിൽ നിന്നാണല്ലോ. അപ്പോൾ അത് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏൽക്കേണ്ട ഒരാളെന്നുള്ള അർത്ഥത്തിലാണ് ബലിയാടിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ശുപാർശ എന്നുള്ളത് ശിപാർശ എന്നുള്ള രീതിയിലാണ് എഴുതി കാണാറുള്ളത്. അപ്പം അങ്ങനെയുള്ളത്. പിന്നെ വേറെ ഉള്ളതെല്ലാം സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. 99 എനിക്ക് ഉത്തരം കിട്ടിയില്ല മലയാളം. അതേപോലെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചോദ്യങ്ങൾ, അതിന് ആ 99 ചോദ്യം ഉത്തരം കിട്ടിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്യുക. വാരണ, വ്യാള, ഭല്ലൂക, വൃഗാദികൾ, മനുഷ്യഭോജികളായുള്ള രാക്ഷസൻ എന്നുള്ളതിന് ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ മാത്സിന്റെ ആ ഒരു ദിവസക്കണക്കിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത് ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു കാര്യമാണ്. പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ സംബന്ധിച്ചോളം കട്ട് ഓഫ് പ്രഡിക്ഷൻ അല്ല, കട്ട് ഓഫിന്റെ ഒരു കറക്റ്റായിട്ട് മാക്സിമം ഇതിൽ കൂടുതൽ പോകില്ല എന്ന് പറയാനൊരു കട്ട് ഓഫ് ഉണ്ടെങ്കിൽ കട്ട് ഓഫ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് 51/61 എന്നുള്ള ഇത് വ്യക്തമായി ഞാൻ പറയുന്നു. 51/61, 61 മുകളിലൊരു കട്ട് ഓഫ് പോകത്തില്ല. 51/60 എന്നുള്ളൊരു ഇതാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ അതിനകത്ത് പേടിക്കേണ്ട. നിങ്ങൾക്ക് 48, 49 മാർക്കൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിന് നോർമലൈസേഷൻ വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. കാര്യം ഫസ്റ്റ് സ്റ്റേജ് ഭയങ്കര പാടായതുകൊണ്ട് അവർക്ക് നല്ല രീതിക്ക് നോർമലൈസേഷൻ കിട്ടും. പക്ഷെ കട്ട് ഓഫ് ഇടുമ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റേജ് കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ കട്ട് ഓഫ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് എക്സാംസ് എല്ലാം എഴുതിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ, ഡിഗ്രി പ്രിലിംസ് തുടങ്ങിയ ടൈം തൊട്ട് എഴുതിയിട്ടുള്ള ആളെന്ന നിലയിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്രട്ടറി അസിസ്റ്റന്റ് ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന എക്സാമിനൊക്കെ കട്ട് ഓഫ് വളരെ കുറവെന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ ആണെങ്കിലും എക്സാമിന് കട്ട് ഓഫ് കുറവാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇനി സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസ് എക്സാമിലോട്ട് പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം അവർക്ക് ഒരു ലിസ്റ്റ് ഇട്ട് മുന്നോട്ട് പോകാൻ. കാര്യം ഇലക്ഷനും മറ്റും വരുന്നൊരു ടൈമിൽ ഒരിക്കലും ഉദ്യോഗാർത്ഥികൾക്കെതിരായ നയം എന്നുള്ള രീതിയിൽ ഒരിക്കലും വരില്ല എന്നുള്ളൊരു അർത്ഥത്തിൽ. കാര്യം ഇലക്ഷനൊക്കെ അടുത്ത് വരുന്ന ഒരു ടൈമിലായിരിക്കും ഇതിന്റെ മെയിൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം അവസാനമാണെങ്കിൽ കൂടെ അതിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തില്ല. അപ്പോൾ ഒരു ഈ വർഷം ലാസ്റ്റിലോട്ട് പോയാൽ തന്നെ ഒരു നല്ല രീതിക്കുള്ള നയങ്ങൾ PSCയുടെ ഭാഗത്ത് നിന്ന് വരേണ്ട ടൈമാണ്. കാര്യം ഇലക്ഷൻ പ്രചരണം കാര്യങ്ങളൊക്കെ കൊടുത്തു നിൽക്കുമ്പോഴത്തേക്ക് എന്തായാലും നല്ല രീതിക്കുള്ള നയങ്ങൾ വരും. അപ്പോഴത്തേക്ക് അതുകൊണ്ട് തന്നെ ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 51/61 എന്നുള്ളത് പറയുമ്പോഴും നിങ്ങൾക്കൊരു 48 മാർക്കോട്ട് മുകളിലോട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ കാര്യത്തിൽ സേഫ് ആണ് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാം. 48 മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോർമലൈസ് ചെയ്തിട്ട് 60 മുകളിലോട്ട് വരാം. 50 മുകളിലോട്ട് വരും, 51 എത്തും. അപ്പൊ നിങ്ങൾ 48 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണ്. അതിന് മുകളിലോട്ട് അപ്പർ ലിമിറ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക വേണ്ട. കാര്യം അപ്പർ ലിമിറ്റ് നമുക്ക് ഇതൊരു റിവാർഡിങ് എക്സാം അല്ല. കാര്യം പ്രിലിംസ് ആണ്. 61 മുകളിലോട്ട് പോയതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല. കാര്യം എക്സാം കഴിഞ്ഞ ഓൾറെഡി. 61 മുകളിലോട്ട് പോകുമ്പോൾ റാങ്ക് ഉയരത്തൊന്നുമില്ല. ഇതിന് റാങ്ക് ഒന്നും ഇല്ലല്ലോ, ഷോർട്ട് ലിസ്റ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ ഇതിന് നോർമലൈസേഷൻ കിട്ടുമെന്ന് അറിയാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിഗ്രി പ്രിലിംസ് PSC എന്നൊക്കെ നടത്തിയിട്ടുണ്ടോ അന്നെല്ലാം നോർമലൈസേഷൻ PSC കൊടുത്തിട്ടുണ്ട്. എല്ലാ കാൻഡിഡേറ്റ്സിനും നോർമലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. കാര്യം ഡിഗ്രി പ്രിലിംസിന്റെ നിങ്ങളുടെയോ നിങ്ങളുടെ ഫ്രണ്ടിന്റെയോ ആ ഒരു പ്രൊഫൈലിൽ നോക്കുമ്പോഴത്തേക്ക് മാർക്ക് വരുന്നത് 60.33 ഇല്ലെങ്കിൽ 59.33 എന്നല്ല മാർക്ക് വരുന്നത്. മാർക്ക് വരുന്നത് 58.633 ഇങ്ങനെയുള്ള രീതിയിൽ 58.676 അല്ലെങ്കിൽ 58.1093 ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് മാർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നോർമലൈസേഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 48 മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസിന് പഠിച്ചു തുടങ്ങുക. നിങ്ങൾ പിന്നെയും കട്ട് ഓഫിനെ കുറിച്ച് വേവലാതിപ്പെടാതെ മെയിൻസിന് പഠിച്ചു തുടങ്ങുക. ഒരു 50 മാർക്കിന് മുകളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ യാതൊന്നും സംശയിക്കേണ്ട. നോർമലൈസേഷൻ കഴിഞ്ഞ് 53-54 നിങ്ങളുടെ മാർക്ക് പോവും. സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസിന് പോലും കഴിഞ്ഞ തവണ 43 സംതിങ് ഒക്കെയാണ് കട്ട് ഓഫ് വന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, മെയിൻസിന് അത്രയും കട്ട് ഓഫ് വരുന്ന പരീക്ഷയാണ് ഇത്. 10th ലെവലുമായിട്ട് കമ്പയർ ചെയ്യാനേ പാടില്ല. 10th ലെവലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലത്.
ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേൾഡ് ആണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ ഈസി അല്ലായിരുന്നു, അതുകൊണ്ട് കട്ട് ഓഫ് കൂടില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ പരീക്ഷ ഈസി ആയിരുന്നു എങ്കിലും മാത്സ് എന്ന് പറഞ്ഞൊരു ഒരു ഫാക്ടർ അതിനകത്തുണ്ട്. ആ മാത്സിനകത്ത് ചോദ്യങ്ങളെല്ലാം വലപ്പിക്കുന്ന ചോദ്യങ്ങളായിരുന്നു കൂടുതലും ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ അത് ഒരു ഡിഗ്രി ലെവൽ മെയിൻസിന് ചോദിക്കുന്ന ചോദ്യങ്ങളായിരുന്നു മാത്സിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മാത്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു മെയിൻസ് എക്സാം അല്ല, പ്രിലിംസ് എക്സാം ആണ്. പ്രിലിംസ് എക്സാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ മെയിൻസിലോട്ട് എടുക്കേണ്ട ഒരു എക്സാം ആണ്, അല്ലാതെ 1000 പേരുടെ 500 പേരുടെ ലിസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള ഒരു എക്സാം അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ കട്ട് ഓഫ് ഈ പറഞ്ഞ 61 മുകളിലോട്ട് ഒരു കാരണവശാലും പോകില്ല. നിങ്ങൾക്ക് 50 മുകളിൽ മാർക്കുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക. എന്റെ കട്ട് ഓഫ് പ്രവചനം ഇതാണ്. ഇത് ഇതിനു മുമ്പേ പറഞ്ഞ എല്ലാം പറഞ്ഞേക്കുക, 51 to 61 എന്നുള്ള ഇതില് കട്ട് ഓഫ് വന്ന് നിൽക്കും. അപ്പൊ ഇത്രയും പറയാനുള്ളൂ. ഇതില് നിങ്ങൾക്ക് 48 മാർക്കിന് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചിടാൻ കാര്യം നോർമലൈസേഷൻ വരും. നിങ്ങളുടെ മാർക്കല്ല ഞാൻ പറഞ്ഞത്, അവർ നോർമലി ഇത് കട്ട് ഓഫിന്റെ റേഞ്ചാണ് പറയുന്നത്. അപ്പൊ അത്രയും മാത്രമേ വരുള്ളൂ. എക്സാം ഈസി ആയതുകൊണ്ടാണ് ഇത്രയും കൂട്ടി പറയുന്നത്, ഇത് കൂടുതലാണ് പറയുന്നത്. അപ്പോൾ എക്സാം കുറച്ചൊരു ടഫർ ആയിരുന്നെങ്കിൽ ഇനിയും കുറഞ്ഞു വന്നേനെ. പക്ഷെ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചോളം ഇതാണ് കട്ട് ഓഫ് റേഞ്ച്, പോസ്റ്റ് പി എസ് സിയുടെ പ്രവചനം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഈ എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക. നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂലൈ 7-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ട്, അതുപോലെ തന്നെ താഴത്ത് ഫസ്റ്റ് കമന്റിലും കാണുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പ്രിപ്പറേഷൻ തറവായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഒരു നല്ല രീതിയിൽ റിവിഷനോടെ ആ ഒരു എക്സാം പ്രിലിംസും കാര്യങ്ങളും എല്ലാം എടുത്ത് മാറ്റിയേക്കുവാണ്. ഒറ്റ മെയിൻസ് എക്സാം മാത്രമേ ഉള്ളൂ ഇനി മുതൽ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എക്സാംസ് എല്ലാം പോയവർക്ക് ഇനിയുള്ള എക്സാംസ് പിടിച്ചെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലിനൊപ്പം ഉണ്ടാവുക. ഞാനും നിങ്ങളുടെ ഒപ്പം എല്ലാ കാര്യത്തിനും പിന്തുണയോടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. എന്നെ കൊണ്ട് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള മറ്റു വീഡിയോസ് ആയിട്ട് ഇനി കാണും വരെ ബൈ ഫ്രം വിഷ്ണു.